മത സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താനുള്ള കൈവിട്ട കളിയാണ് ആഗോള അയ്യപ്പ സംഗമമെന്ന് സമസ്ത മുഖപത്രം. കേരളത്തിന്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ചില സമുദായ നേതാക്കളുടെ തോളിൽ കൈയിട്ടാണ് ഈ അപകടക്കളി എന്നും വിമർശനമുണ്ട്. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, ഇതിൽ ഏറ്റവും പ്രധാനമായി ഇതിനോടകം തന്നെ ഉയർന്നു വന്ന ചില കാര്യങ്ങളാണ്. അതായത് വെള്ളാപ്പള്ളി നടേശനുമായുള്ള സൗഹൃദം, അദ്ദേഹത്തിനെ ഔദ്യോഗിക കാറിൽ മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തിക്കുന്ന കാഴ്ച. കൂടാതെ ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷ പ്രസംഗം നടത്തുമ്പോഴൊക്കെ അതിലൊന്നും ഇടപെടാതെ വിമർശിക്കാതെയൊക്കെ മാറി നിൽക്കുന്ന സർക്കാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ. അതിലൊക്കെ എല്ലാത്തിലും കൂടി ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം കൂടിയാകുമ്പോൾ ഒരു വലിയ വിമർശനവുമായി സമസ്ത എത്തിയിരിക്കുകയാണ്. അവരുടെ മുഖപത്രം സുപ്രഭാതത്തിലാണ് രൂക്ഷ വിമർശനമുള്ളത്. വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങളല്ലേ ഉന്നയിക്കുന്നത്? തീർച്ചയായിട്ടും അനുജ, UDF-ഉമായിട്ട് ചിലപ്പോഴൊക്കെ അസ്വാരസ്യങ്ങളിൽ കഴിയുന്ന സമസ്തയുമായി അടുക്കാൻ LDF വലിയ ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു വിമർശനം ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരെ സമസ്ത മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നത്. അതിൽ പ്രധാനമായും അവരെ ചൊടിപ്പിച്ചത് ഈ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള സൗഹൃദം. ഇത്രമേൽ മതവിരുദ്ധ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളൊക്കെ നടത്തുന്ന വെള്ളാപ്പള്ളിയെ തൻ്റെ കാറിൽ മുഖ്യമന്ത്രി അവിടേക്ക് എത്തിക്കുമ്പോഴുള്ള വിമർശനങ്ങളടക്കം ഉന്നയിക്കുകയാണ് അവർ. എന്തായാലും ഇന്നത്തെ മുഖപ്രസംഗത്തിൽ സുപ്രഭാതം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ഈ സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താനുള്ള കൈവിട്ട കളിയാണ് സർക്കാർ നടത്തുന്നത് എന്ന് സമസ്ത വിമർശിക്കുന്നു. എത്ര വെള്ള പൂശിയാലും പുള്ളിപ്പുലിയുടെ പുള്ളി ഒരു നാൾ തെളിഞ്ഞു തന്നെ പുറത്തു വരുമെന്നും സുപ്രഭാതം പറയുന്നു. കേരളത്തിന്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ചില സാമുദായിക നേതാക്കളുടെ തോളിൽ കൈയിട്ടാണ് ഈ അപകട കളി എന്നുള്ള മുന്നറിയിപ്പ് കൂടി വെള്ളാപ്പള്ളിയെ ഉന്നമിട്ടുകൊണ്ട് സുപ്രഭാതം പറയുന്നു. വർഗീയ വിഷം വമിപ്പിക്കുന്ന യോഗിയെ സംഗമത്തിലേക്ക് ക്ഷണിച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.